ഹലോ, വെൽക്കം ടു മൈ വീഡിയോ ഗൈസ്. നമ്മൾ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതല്ലേ. അത് നമ്മൾ എത്ര മനസ്സിലാക്കിയാലും കേൾക്കുമ്പോൾ ഇതുപോലത്തെ റീൽസ് കാണുമ്പോൾ നമ്മൾ കരുതും അതെ ശരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ പല സ്നേഹം കാരണം നമ്മുടെ അത്തരം സാഹചര്യത്തിൽ നമ്മൾ കണ്ണടച്ച് പോകും അല്ലേ. പിന്നീട് ഒരു അടി ഇട്ടപ്പോഴായിരിക്കും നമ്മൾ വേണ്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. പക്ഷെ അതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡെയിലി നമ്മൾ കുറേ തവണ നമുക്കിഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുന്നു, പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല. അവർ തിരക്കാണെങ്കിൽ പോലും നമ്മളെ മെസ്സേജസ് ബ്ലൂ ടിക്ക് ആവുന്നുണ്ട്, അത് വോയിസ് കേൾക്കുന്നുണ്ട്, മെസ്സേജസ് വായിക്കുന്നുണ്ട്, പക്ഷെ അതിന് റിപ്ലൈ തരാൻ പോലും ഒരു മിനിറ്റ് അവർക്ക് നമുക്ക് തരാനില്ല അല്ലേ. ലൈഫ് എന്ന് പറയുന്നത് അത്രയൊക്കെയാണ്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെയൊന്നും എല്ലാവരും നമുക്ക് അതുപോലെ റിപ്പീറ്റ് ചെയ്യണം, എന്താ പറയുക, റിട്ടേൺ തരണം എന്ന് നമുക്കും വാശി പിടിക്കാൻ പറ്റില്ല. അതവർ നടക്കത്തുമില്ല, ചെയ്യത്തുമില്ല. ലാസ്റ്റ് അവർക്ക് എന്തെങ്കിലും യൂസ് നമ്മളിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കും. ആ സമയത്തൊരു മെസ്സേജ്, അല്ലെങ്കിൽ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സോപ്പിടൽ അല്ലേ. നമ്മുടെ ഫീലിങ്സിനോ നമ്മൾ അവർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കുള്ള ഇതോ ഒന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. കാരണം അവരെന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുമല്ല. നമ്മൾ ചെയ്തത് ഒന്നും അവർക്ക് കിട്ടി, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അതിനപ്പുറം മറ്റൊരു ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ടാവില്ല. കൈൻഡ് ഓഫ് വൺ സൈഡ് ലവ് പോലെ അല്ലേ. നമ്മൾ ഒന്നും വിചാരിക്കാതെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് പോലും അത് തോന്നിപ്പോകുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രവൃത്തിയും ആറ്റിറ്റ്യൂഡും ഒക്കെ. അതുകൊണ്ട് അമിതമായി ആരെയും വിശ്വസിക്കാനോ അല്ലാതെ ഒരാളെ മാത്രം അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. കാരണം അത് നമുക്ക് തന്നെയാണ് ഹേർട്ടാകുന്നത് അല്ലേ. ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു സംഭവം ആർക്കും വരാതിരിക്കട്ടെ. അതിപ്പോൾ ഒരു ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ശരി തന്നെ. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ, അത് മാക്സിമം ഹാപ്പി ആവാനാണ്. പക്ഷെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ആളുമായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്കും അത് തിരിച്ച് വേണം. അപ്പോൾ അവർക്കതില്ലാത്തിടത്തോളം നമ്മൾ അത്ര എഫേർട്ടിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം നമുക്ക് അത്രമാത്രം ഹേർട്ടാവുന്നുണ്ട്. ആ ഹേർട്ടിങ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല, അത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ. താങ്ക് യു.